ഇസ്രയേൽ നടത്തുന്ന സമ്പൂർണ്ണ ഉപരോധത്തിൽ പട്ടിണിയിലായി ഗസ. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ 14,000 കുഞ്ഞുങ്ങൾ മരിക്കാനുള്ള സാധ്യതയെന്ന് ഐക്യരാഷ്ട്രസഭ ദുരിതാശ്വാസ മേധാവിയുടെ മുന്നറിയിപ്പ്. ഉപരോധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനോട് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നു. ഷംനയുടെ റിപ്പോർട്ട് കാണാം. മാർച്ചിലെ വെടിനിർത്തൽ അവസാനിച്ചതിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇസ്രായേൽ ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം ശക്തമാക്കിയത്. ഇതിന് പിന്നാലെ കുട്ടികളടക്കം 500ഓളം പേരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്, ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഗാസയിൽ ആശുപത്രികളിലടക്കമാണ് ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയത്. ഇതിന് പിന്നാലെ ലോകരാജ്യങ്ങൾ തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം ഈ ഖത്തറിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എവിടെയും ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് ആ ചർച്ചകൾ എവിടെയും എത്തിയില്ല. മാത്രവുമല്ല, മാർച്ച് മുതൽ തന്നെ ഗാസയിലേക്കുള്ള ഭക്ഷണം, മരുന്ന്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, ആവശ്യങ്ങൾ, സഹായങ്ങൾ ഇതിനൊക്കെ മേലെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതുമൂലം തന്നെ ഗാസയിൽ വലിയ രീതിയിലുള്ള പട്ടിണിയാണ് നേരിട്ടുകൊണ്ടിരുന്നത്. ദിവസേന 400 സഹായ ട്രക്കുകളെങ്കിലും ഗാസയിലേക്ക് കടത്തിവിടണമെന്നായിരുന്നു ഗാസയുടെ ആവശ്യം. എന്നാൽ ഇതൊക്കെ ചർച്ചയിൽ ഉന്നയിച്ചതുമാണ്. എന്നാൽ അതിനൊന്നും ഇസ്രായേൽ വഴങ്ങിയിരുന്നില്ല. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് മനുഷ്യാവകാശ ഓഫീസ് വക്താവ് ഗാസയിലേക്ക് സഹായം നൽകണം എന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയതും ഒപ്പം ഇത് വലിയ ആശങ്ക ഉയർത്തുന്നതായി ചൂണ്ടിക്കാട്ടിയതും. ഇതിന് പിന്നാലെ ഗാസയിലേക്കുള്ള സഹായ ട്രക്കുകൾ ചെറിയ തോതിൽ എത്തിക്കാമെന്ന് നെതന്യാഹു തന്നെ വ്യക്തമാക്കിയതായിരുന്നു. എന്നാൽ ഇത് എങ്ങനെയെന്നോ എപ്പോഴെന്നോ വ്യക്തമാക്കിയിരുന്നില്ല. പിന്നാലെ ഇന്നലെ 5 സഹായ ട്രക്കുകൾ എത്തിച്ചതായാണ് വിവരം. പ്രതിദിനം 400 സഹായ ട്രക്കുകൾ ആവശ്യപ്പെട്ടിടത്തേക്കാണ് അല്ലെങ്കിൽ അത് അനിവാര്യമായിടത്തേക്കാണ് വെറും 5 സഹായ ട്രക്കുകൾ മാത്രം അയച്ചത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം 5 സഹായ ട്രക്കുകൾ എത്തിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകിയത്. അതായത് അടുത്ത 48 മണിക്കൂറിൽ ആവശ്യമായ സഹായങ്ങൾ കിട്ടിയില്ലെങ്കിൽ, ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഗാസയിൽ 14,000 കുട്ടികളെങ്കിലും മരിച്ചു വീഴുമെന്നതാണ് ഇപ്പോൾ പുതിയ മുന്നറിയിപ്പ്. ഇതോടുകൂടി ലോകരാജ്യങ്ങളൊന്നാകെ ഇസ്രായേലിന് മേൽ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രായേലുമായുള്ള വ്യാപാര കരാറിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ് UK. ഈ ചർച്ചകളെല്ലാം നിർത്തിവെച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ഇസ്രായേലിന് നേരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഇസ്രായേലിനോട് വെടിനിർത്തൽ, വ്യോമാക്രമണം ഒക്കെ അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു, മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിച്ച ഘട്ടത്തിലും യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നതായിരുന്നു ഗാസയുടെ ആവശ്യം. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ഇസ്രായേലിന്റെ സൈന്യത്തെ, ഗാസയിൽ വിന്യസിച്ചിട്ടുള്ള ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണം എന്നതുമായിരുന്നു ഗാസയുടെ ആവശ്യം. ഇതൊന്നും ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല. ഇതോടുകൂടിയാണ് ഇസ്രായേലിന് നേരെ ഇപ്പോൾ ലോകരാജ്യങ്ങൾ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം, ഇന്നലെ മാത്രം ഉണ്ടായ വ്യോമാക്രമണത്തിൽ ഇതുവരെ 100ഓളം പേർ, 100 കുട്ടികളടക്കം 100ഓളം പേർ കൊല്ലപ്പെട്ടു. അങ്ങനെ ശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.